ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെത്തഡോളജി എന്ന് പറയുന്ന പേപ്പറിൽ മൂന്നാമത്തെ മൊഡ്യൂളാണ്. ആ മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ അവസാന ഭാഗമാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ മെയിനായിട്ട് വരുന്നത് അപ്പൻഡിക്സ്, ടേബിൾസ്, ചാർട്ട്, ഡയഗ്രംസ്, ഫോട്ടോസ്, മാപ്സ്, ഗ്ലോസറി, അബ്രിവിയേഷൻ ആൻഡ് ഇൻഡെക്സ്, ഇത്രയും ഭാഗങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് ചെറിയ ചെറിയ ടേംസാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇതിൽ ആദ്യമായിട്ട് വരുന്ന പദമാണ് അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. അപ്പൻഡിക്സ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അനുബന്ധം എന്നാണ് പറയുക. അപ്പോൾ എന്താണ് അപ്പൻഡിക്സ് എന്ന് നമുക്ക് നോക്കാം. ആൻ അപ്പൻഡിക്സ് ഈസ് ആൻ ഓക്സിലറി ഓർ സപ്ലിമെൻ്ററി സെക്ഷൻ ഫൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് എ ഡോക്യുമെൻറ്റ് സച്ച് ആസ് റിസർച്ച് പേപ്പർ, റിപ്പോർട്ട് or book. Its purpose is provide additional information that complements the main content without interrupting the flow of the preliminary text. Appendices typically contain data, reference, chart, graphs, images, or any materials that support and clarifies the information presented in the main body of the document. അപ്പോൾ എന്താണ് അനുബന്ധം? അനുബന്ധം എന്ന് പറയുന്നത് ഈ ഗവേഷണ പ്രബന്ധത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമല്ല. ഒരു ഗവേഷണം എഴുതുമ്പോൾ വിഷയത്തെക്കുറിച്ചിട്ട് കണ്ടൻറ്റ് പാർട്ടിൽ എഴുതുകയും അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അനുബന്ധമായിട്ട് റിസർച്ചിൻ്റെ അവസാനമായിട്ട് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്താത്ത എന്നാൽ പാഠഭാഗത്തെ ശക്തമായി പിന്താങ്ങുന്ന ഭാഗങ്ങളാണ് അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗവേഷണ പ്രബന്ധം നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ ഈ സമയത്ത് ഒരു നാടൻ പാട്ട് അല്ലെങ്കിൽ ഒരു നാടോടി പാട്ടൊക്കെ നമുക്ക് ഗവേഷണ പ്രബന്ധത്തിൽ മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരികയാണ്. അപ്പോൾ നമുക്കൊരു നാടൻ പാട്ടിൻ്റെ 2 വരി നമ്മുടെ റിസർച്ച് പേപ്പറിൽ മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരികയാണ്. അപ്പോൾ ഒരു നാടൻ പാട്ട് മെൻഷൻ ചെയ്യേണ്ടി വരുന്ന സമയത്ത് ആ പാട്ട് ഒരു 5-6 പേജ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 5-6 പേജ് ഈ റിസർച്ച് പേപ്പറിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റില്ല. ഇത് റിസർച്ച് പേപ്പറിൻ്റെ ദൈർഘ്യം കൂട്ടുകയും അതുപോലെ തന്നെ വായിക്കുന്ന ആളുകളിൽ ഇത് ബോറാക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ നാടൻ പാട്ടിൻ്റെ 2-3 വരി എന്ത് ചെയ്യുക, ഈ കണ്ടൻറ്റ് പാർട്ടിൽ കൊടുക്കുക. ബാക്കി അപ്പൻഡിക്സ് ആയിട്ട് റിസർച്ച് പേപ്പറിൻ്റെ അവസാനം കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ആളുകൾക്ക് വേണം എന്നുള്ള ആളുകൾക്ക് അവിടെ പോയിട്ട് വായിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനെയാണ് അനുബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ അനുബന്ധത്തിൽ ഈ ടേം ഒന്ന് ഓർത്ത് വെക്കുക. പാഠഭാഗത്തിൽ ഉൾപ്പെടുത്താത്തതും എന്നാൽ പാഠഭാഗത്തെ ശക്തമായിട്ട് പിന്താങ്ങുന്നതുമായിട്ടുള്ള ഭാഗമാണ് അനുബന്ധം. അതുപോലെ തന്നെ നമ്മുടെ റിസർച്ചിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോസ്, മാപ്സ്, ടേബിൾസ്, പട്ടിക വിവരണങ്ങൾ, അതുപോലെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ചോദ്യാവലി, ഭൂപടങ്ങൾ, ഇതൊക്കെ അപ്പൻഡിക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ അപ്പൻഡിക്സ് സാധാരണയായിട്ട് കാണുന്നത് ഗവേഷണ പ്രബന്ധത്തിൻ്റെ അവസാന ഭാഗത്താണ്. ബിബ്ലിയോഗ്രഫിക്കൊക്കെ തൊട്ട് മുമ്പായിട്ടൊക്കെ ഈ ഭാഗം കൊടുക്കാറുണ്ട്. അപ്പോൾ ഒന്നും കൂടെ പറയാം, അപ്പൻഡിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഠഭാഗത്തിൽ ഉൾപ്പെടാത്ത എന്നാൽ പാഠഭാഗത്തെ ശക്തമായിട്ട് പിന്താങ്ങുന്ന ഭാഗമാണ് അനുബന്ധം. ഇതിലെന്തൊക്കെ ഉൾപ്പെടും, ഇപ്പോൾ നാടോടിപ്പാട്ട്, വടക്കൻപാട്ട്, ഇവയുടെയൊക്കെ പൂർണ്ണ രൂപങ്ങൾ ഉൾപ്പെടും. അതുപോലെ തന്നെ ഫോട്ടോസ്, ചിത്രങ്ങൾ, ഭൂപടങ്ങൾ, ഫീൽഡ് റിപ്പോർട്ട്, ചോദ്യാവലി, ഇവയെല്ലാം ഈ അപ്പൻഡിക്സിൽ ഉൾപ്പെടും. ഈ അപ്പൻഡിക്സ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടൻറ്റ് പാർട്ടിനെ ശക്തമായിട്ട് പിന്താങ്ങുന്ന ഭാഗമാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടേബിൾസിനെ കുറിച്ചിട്ടാണ്. ടേബിൾസ് റിസർച്ചിൽ എന്താണ് യൂസ്, ടേബിൾസ് റിസർച്ചിൽ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതാണ് മെയിനായിട്ട് നോക്കാനുള്ളത്. ഇത് കൃത്യമായിട്ട് പറയേണ്ട കാര്യമില്ല, കാരണം എല്ലാവർക്കും അറിയാമത്. ടേബിൾസ് ഇൻ റിസർച്ച് പ്രൊവൈഡ് എ concise, organized and visually effective way to present complex data, facilitating data interpretation, comparison and enhancing the overall quality and clarity of the research. അപ്പോൾ ടേബിൾസ് ഗവേഷണ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ വസ്തുതകൾ നമ്മൾ ടേബിളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വായനക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു പാരഗ്രാഫ് കൊടുക്കുന്നതിന് പകരം, ഒരു പാരഗ്രാഫായിട്ടൊരു ഡാറ്റ കൊടുക്കുന്നതിന് പകരം അത് ടേബിളായിട്ട് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ടേബിൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഡാറ്റ ടേബിളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ നോട്ടിൽ തന്നെ ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നേരെ മറിച്ചൊരു പാരഗ്രാഫായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വായിച്ചെടുക്കാനായിട്ട് കൂടുതൽ സമയം പിടിക്കും. ഇങ്ങനെ ടേബിളായിട്ട് ഡാറ്റ കൊടുക്കുമ്പോൾ ഈ ടേബിളിലൊരു തലക്കെട്ടും അതുപോലെ തന്നെ ടേബിളിലൊരു നമ്പറും നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ടേബിൾ ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, റിസർച്ചിലും മറ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾ ടേബിൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതേ സെയിം ടേബിൾ തന്നെയാണ് ഡാറ്റകൾ ടേബിൾ രൂപത്തിൽ
വായനക്കാർക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് വായനക്കാരിലേക്ക് പെട്ടെന്ന് എത്താൻ കഴിയും. അതുപോലെ തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മുടെ ഗവേഷണം വായിക്കുന്ന ആളുകൾക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയാണ് ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൽ വരുന്ന ചെറിയ കുറച്ച് ടേംസാണ് ചാർട്ട്, ഡയഗ്രാം തുടങ്ങിയിട്ടുള്ള കുറച്ച് ചെറിയ ടേംസ്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ് ചാർട്ട്സ്, എന്താണ് ഡയഗ്രാംസ്. ഇപ്പോൾ നമ്മളൊരു ഡാറ്റ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ചാർട്ട്, ഡയഗ്രാംസ് അതുപോലെ തന്നെ ഫോട്ടോ, മാപ്പുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചാർട്ട് എന്ന് പറഞ്ഞാൽ വസ്തുതകളെ ദൃശ്യരൂപത്തിലുള്ള പ്രതിനിധാനമാണ്. ദൃശ്യരൂപത്തിൽ ഡാറ്റയെ പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് ഈ ചാർട്ട്, ഡയഗ്രാം ഒക്കെ പറയാം. ഇപ്പോൾ ചാർട്ടിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ബാർ ചാർട്ട്, അതുപോലെ ലൈൻ ചാർട്ട്, പൈ ചാർട്ട്, ഹിസ്റ്റോഗ്രാം, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ചാർട്ടുകളുണ്ട്. പിന്നെ ഡയഗ്രാംസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇതുപോലെ തന്നെ വിവരങ്ങൾ 3D രൂപത്തിലൊക്കെ അവതരിപ്പിക്കാനായിട്ട് നമ്മൾ ഡയഗ്രാംസ് ഉപയോഗിക്കുന്നുണ്ട്. വിവരങ്ങൾ ത്രിമാന രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡയഗ്രാംസ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഡയഗ്രാംസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഡയഗ്രാംസും അതുപോലെ തന്നെ ചാർട്ടുകളൊക്കെ. അപ്പോൾ ഈ ഡയഗ്രാംസും ചാർട്ടുകളൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവരങ്ങളെ വളരെ വേഗത്തിൽ വായനക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഓക്കെ, പിന്നെ ഇതിൽ പറയുന്നത് റിസർച്ച് പേപ്പറിൽ ഉപയോഗിക്കുന്ന ഫോട്ടോസ്, മാപ്സ് ഒക്കെ. ഫോട്ടോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഗവേഷണ പ്രബന്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ഗവേഷണ പ്രബന്ധത്തിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് എവിടെയാണ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോസും മാപ്സും ഒക്കെ കൊടുക്കുന്നത് അപ്പൻഡിക്സ് പാർട്ടിലാണ്. ഓക്കെ, അതുപോലെ ഗവേഷണ പ്രബന്ധത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു വസ്തുതയാണ് മാപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പ്രാദേശിക ഹിസ്റ്ററി ഒക്കെ അല്ലെങ്കിൽ ലോക്കൽ ഹിസ്റ്ററി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ മാപ്പിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അപ്പോൾ ഒരു ഗവേഷണ പ്രബന്ധം ലോക്കൽ ഹിസ്റ്ററി ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മാപ്പ് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ഏത് പ്രദേശത്തിൻ്റെ ചരിത്രമാണ് എഴുതുന്നത് ആ പ്രദേശത്തിൻ്റെ ഒരു മാപ്പ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അതിൽ നഗരങ്ങൾ, റോഡുകൾ, റെയിൽവേകൾ തുടങ്ങി വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഈ മാപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ ഭൂപട നിർമ്മാണത്തെയും അതിൻ്റെ പഠനത്തെയും സംബന്ധിച്ച് പറയുന്ന പേരാണ് കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്. പിന്നെ മാപ്പുകൾ വിവിധ തരം ഭൂമിശാസ്ത്രപരമായ മാപ്പ് ഉണ്ടാവും, അതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള മാപ്പ് ഉണ്ടാവും, ഭൗതികപരമായ മാപ്പ് ഉണ്ടാവും, അങ്ങനെ വിവിധ തരത്തിലുള്ള മാപ്പുകൾ ഉണ്ടാവും. അപ്പോൾ മാപ്പുകൾ നമുക്ക് നമ്മുടെ റിസർച്ച് പേപ്പറിൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ചാർട്ടുകൾ, ഡയഗ്രാമും അതുപോലെ ഡയഗ്രാമും ഫോട്ടോസും മാപ്സ് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ചാർട്ട്, ഡയഗ്രാം അതുപോലെ ടേബിൾ ഇതൊക്കെ പറഞ്ഞത് ഡാറ്റകൾ ദൃശ്യരൂപത്തിൽ പ്രസൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ടൂൾസുകളാണ് ഇവയെല്ലാം. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ളത് ഫോട്ടോസും മാപ്സും. അത് നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം. ഒരു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോസ്, മാപ്സ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൽ പറയാനുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ഗ്ലോസറി എന്ന് പറയുന്നത്. ഗ്ലോസറി എന്ന വാക്കിൻ്റെ അർത്ഥം മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പദാവലി എന്നാണ് ഗ്ലോസറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, എ ഗ്ലോസറി ഇൻ റിസർച്ച് ഈസ് എ ലിസ്റ്റ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ടേംസ് ആൻഡ് ദെയർ ഡെഫിനിഷൻസ് ഹെൽപ്പിംഗ് റീഡേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദ ടെർമിനോളജി യൂസ്ഡ് ഇൻ എ സ്റ്റഡി ഓർ ഡോക്യുമെൻറ്റ്. ഒരു ഗവേഷണ പ്രബന്ധത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ചില വാക്കുകളുണ്ടാവും. അപ്പോൾ അവർക്ക് വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. ഇതൊരു നിഘണ്ടുവാണ് ഈ ഗ്ലോസറി എന്ന് പറയുന്നത്. ഒരു തരത്തിലുള്ള ഒരു നിഘണ്ടുവാണ് ഗ്ലോസറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കുകയാണെങ്കിൽ ആ ഗവേഷണ പ്രബന്ധത്തിൽ ആളുകൾക്ക് പരിചയമില്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വിശദീകരിച്ച് കൊടുക്കുന്ന പാർട്ടാണ് ഗ്ലോസറി എന്ന് പറയുന്നത്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പല വാക്കുകൾ ഉപയോഗിക്കും. ഇപ്പോൾ കാസർഗോഡ് യൂസ് ചെയ്യുന്ന ചില ടേംസ് തിരുവനന്തപുരത്തുള്ള ആളുകൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പ്രാദേശികമായിട്ട് പല പല വാക്കുകളൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ ഗവേഷണ പ്രബന്ധത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പരിചയമില്ലാത്ത വാക്കുകൾ അതിനെ വിശദീകരിക്കുന്നതിനെയാണ് എന്ത് പറയുക, ഗ്ലോസറി അല്ലെങ്കിൽ പദാവലി എന്ന് പറയുക. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു റിസർച്ച് ചെയ്തു, അതിൽ ഒരു വാക്കാണ് അസർ എന്ന് പറയുന്നൊരു വാക്ക് ഞാൻ എൻ്റെ റിസർച്ചിൽ ഉപയോഗിച്ചു. അപ്പോൾ അസർ എന്ന് പറയുന്നൊരു വാക്ക് എല്ലാവർക്കും കൊള്ളണമെന്നില്ല. അത് മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകൾക്കൊക്കെയാണ് മനസ്സിലാവും. അതായത് വൈകുന്നേരങ്ങളിലെ നിസ്കാര സമയത്തെയാണ് അസർ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ നെഹ്റു എന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ എൻ്റെ റിസർച്ചിൽ ഉപയോഗിച്ചു. അപ്പോൾ അത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് നെഹ്റു എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിനർത്ഥം യുദ്ധ കാഹളം എന്നാണ്. അപ്പോൾ നമ്മുടെ റിസർച്ചിൽ ഉപയോഗിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകാത്ത അല്ലെങ്കിൽ
സാധാരണയായിട്ട് യൂസ് ചെയ്യാത്ത ടേംസ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കുകയും അതിൻ്റെ വിശദീകരണം കൊടുക്കുകയും വേണം. അതിനെയാണ് പദാവലി എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു തരത്തിലുള്ള നിഘണ്ടുവാണ്, അക്ഷരമാലാക്രമത്തിലാണ് ഇത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഗ്ലോസറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ റിസർച്ചിൽ ഉപയോഗിച്ചിട്ടുള്ള ആളുകൾക്ക് വ്യക്തമല്ലാത്ത അല്ലെങ്കിൽ പരിചയമില്ലാത്ത വാക്കുകളെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പാർട്ടിനെയാണ് ഗ്ലോസറി അല്ലെങ്കിൽ പദാവലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടേം എന്ന് പറയുന്നത് അബ്രിവിയേഷൻ. അബ്രിവിയേഷന് ചുരുക്ക രൂപത്തെയാണ് അബ്രിവിയേഷൻ എന്ന് പറയുന്നത്. സംക്ഷേപം എന്നൊക്കെ പറയും, പക്ഷേ നിങ്ങൾ ചുരുക്ക രൂപം എന്ന് പഠിച്ചാൽ മതി. അബ്രിവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തതുപോലെ അബ്രിവിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ഫോമാണ്. ഓക്കെ, ഇത് നമ്മൾ ദേ ക്യാൻ ബി ഹെൽപ്ഫുൾ ഫോർ സേവിങ് സ്പേസ് ആൻഡ് റിഡ്യൂസിങ് റിപ്പീറ്റേഷൻ. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രൊജക്റ്റിലെ സ്പേസ് ലാഭിക്കാനും റിപ്പീറ്റേഷൻ ഒഴിവാക്കാനും ഒക്കെയാണ്. അതായത് നമ്മുടെ റിസർച്ചിൽ ചില വാക്കുകളോ പദങ്ങളോ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ചുരുക്ക രൂപം നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ റിസർച്ചിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ടേം കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള WHO എന്ന് നമ്മുടെ കണ്ടൻറ്റ് പാർട്ടിൽ കൊടുത്താൽ മതി. അപ്പോൾ കണ്ടൻറ്റ് പാർട്ടിൽ നമ്മൾ WHO എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്താൽ മതി. പിന്നീട് അബ്രിവിയേഷനിൽ വരുമ്പോൾ ഈ WHOൻ്റെ പൂർണ്ണ രൂപം നമ്മൾ കൊടുക്കേണ്ടതാണ്. അതേപോലെ ഒരു എക്സാമ്പിളാണ് ASI, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് ASI. നമ്മൾ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് എഴുതുമ്പോൾ ASI എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഈ ASI എന്ന് പറയുന്ന വാക്കിൻ്റെ കണ്ടൻറ്റ് പാർട്ടിൽ ഒരു 10-20 തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ 20 തവണയും ഞാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നുള്ള പൂർണ്ണ രൂപം എഴുതേണ്ട കാര്യമില്ല, ASI എന്നുള്ളത് മാത്രം എഴുതിയാൽ മതി. ശേഷം നമ്മൾ അബ്രിവിയേഷനിൽ വരുമ്പോൾ ഈ ASIയുടെ ഫുൾ ഫോം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ അബ്രിവിയേഷൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊജക്ട് റിപ്പോർട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ചുരുക്ക രൂപങ്ങളും, ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള WHO, ASI ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ചുരുക്ക രൂപങ്ങളുടെയും പൂർണ്ണ രൂപം ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് അബ്രിവിയേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ചുരുക്ക രൂപം അതിൻ്റെ പൂർണ്ണ രൂപം എന്താണെന്ന് ഇവിടെ കാണിക്കുക എന്നുള്ളതാണ്. അടുത്തെന്ന് പറയുന്നത് ഇൻഡെക്സ് ആണ്. എന്താണ് ഇൻഡെക്സ്? An index in the context of research or information retrieval is a structured and organized list of keywords, topic or terms with reference or page number, indicating where these terms are discussed or can be found in a document, book or database. ഈ ഇൻഡെക്സ് മെയിനായിട്ട് ഇതിലാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുസ്തകങ്ങളിലെയോ അല്ലെങ്കിൽ അതുപോലുള്ള റിസർച്ച് പേപ്പറിലെയൊക്കെ അവസാന ഭാഗത്താണ് ഈ ഇൻഡെക്സ് കാണപ്പെടുന്നത്. ഓക്കെ, ഇത് മെയിനായിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ പുസ്തകത്തിലൊക്കെ കീവേഡ്സ് പേജ് നമ്പറൊക്കെ കൊടുത്തിട്ട് പുസ്തകത്തിൽ പറയുന്ന പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടൻറ്റ് പാർട്ടിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ഇൻഡെക്സിൽ നിന്ന് കിട്ടും. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഈ പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗത്താണ് കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്താണ് കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റിൻ്റെ അവസാന ഭാഗത്താണ് നമുക്ക് ഇൻഡെക്സ് കാണാൻ കഴിയുക. അപ്പോൾ ഈ ഇൻഡെക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാന കാര്യങ്ങൾ അതിൻ്റെ പേജ് നമ്പറുകളും എന്ത് ചെയ്യുന്നുണ്ടാവും, ഇൻഡെക്സ് പാർട്ടിൽ കൊടുത്തിട്ടുണ്ടാവും, കീവേഡ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു പുസ്തകം എടുക്കുമ്പോൾ അതിൻ്റെ ഇൻഡെക്സ് ഫസ്റ്റ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, നമ്മൾ നോക്കാൻ ഉദ്ദേശിച്ച കാര്യം ആ പുസ്തകത്തിലുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഇൻഡെക്സിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇപ്പോൾ സതീഷ് ചന്ദ്രയുടെ ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഇന്ത്യ പറഞ്ഞിട്ടുള്ള ബുക്കുണ്ട്, നമ്മുടെ സിവിൽ സർവീസൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് അറിയാം, അവരൊക്കെ യൂസ് ചെയ്യുന്ന ബുക്കാണ്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഇൻഡെക്സ് പാർട്ടാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഇൻഡെക്സ് പാർട്ടിൽ ഇവിടെ അക്ഷരമാല ക്രമത്തിൽ കൊടുത്തതാണ് ഇൻഡെക്സ്. ഇൻഡെക്സ് എന്ന് പറഞ്ഞത് ആ പുസ്തകത്തിലുള്ള പ്രധാന കാര്യങ്ങളും കണ്ടൻറ്റുകളും അതിൻ്റെ പേജ് നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ട ഇൻഡെക്സ് അക്ഷരമാല ക്രമത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ, സംഭവങ്ങൾ, അങ്ങനെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ പേജ് നമ്പറുകളും എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഇൻഡെക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരിട്ട് ആ പേജ് നമ്പറിലേക്ക് കൊണ്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഈ ഇൻഡെക്സിൽ അക്ബറിനെ കുറിച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ A എന്നത് എടുക്കുക, എന്നിട്ട് ഇതിൽ അക്ബർ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഇവിടെ അക്ബർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എത്രാമത്തെ പേജ് നമ്പറാണെന്ന് നോക്കിയിട്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും, ആ പേജിലേക്ക് പോകാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള പേജ് നമ്പേഴ്സാണ് ഇത് കാണുന്നത്. ഇത് കണ്ടോ, 374, 375, 380 മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ചിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ആ 380ാമത്തെ പേജിലേക്ക് പോയാൽ മതി. നേരെ മറിച്ചിട്ട് ഈ പുസ്തകം ഫുള്ളായിട്ട് എന്ത് ചെയ്യേണ്ട, വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഓക്കെ,
അതാണ് ഈ ഇൻഡെക്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൻ്റെയൊക്കെ അവസാന ഭാഗത്ത് കാണപ്പെടും. അത് എന്താണ് അക്ഷരമാല ക്രമത്തിലാണ് ഉണ്ടാവുക. ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാം EIA BBB എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അക്ഷരമാല ക്രമത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, വ്യക്തികൾ, പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ പേജ് നമ്പറും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ പേജ് നമ്പറിലേക്ക് പോകാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിൽ കണ്ടോ, ഇപ്പോൾ രജപുത്സിനെ കുറിച്ചിട്ട് ഈ പുസ്തകത്തിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കറിയണമെങ്കിൽ ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഇന്ത്യ എന്ന് പറഞ്ഞ സതീഷ് ചന്ദ്രയുടെ ബുക്കിൽ രജപുത്സിനെ കുറിച്ച് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഇൻഡെക്സ് പാർട്ട് എടുക്കുക, എന്നിട്ട് 6 നോക്കുക. രജപുത്സ് 74ാമത്തെ പേജ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരിട്ട് ആ 74ാമത്തെ പേജിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഈ ഇൻഡെക്സിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൻ്റെയൊക്കെ അവസാന ഭാഗത്താണ് ഉണ്ടാവുക. അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ പേര്, ഇവൻറ്റുകളൊക്കെയാണ് ഇൻഡെക്സിൽ ഉണ്ടാവുക. അതുപോലെ പേജ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും, അക്ഷരമാലാക്രമത്തിലാണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 3rd മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ.